മക്കളെ, സ്റ്റഡീസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എടുക്കുന്നത് സോഷ്യോളജി ലാസ്റ്റ് ചാപ്റ്റർ കേട്ടോ. ചാപ്റ്റർ 33A നമ്മുടെ ലാസ്റ്റ് മെഡ്യൂളിൽ 33ാമത്തെ ചാപ്റ്ററാണ് ടീച്ചർ എടുക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സോഷ്യോളജി ചാപ്റ്റർ ഓൺലൈൻ ക്ലാസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ 23ഓളം ചാപ്റ്റർ 22ഓളം ചാപ്റ്റർ നമുക്കിതിൽ വരുന്നുണ്ട്. ആ ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ എക്സാം ബേസ്ഡ് ആയിട്ട് ടീച്ചർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് കണ്ട് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക. അപ്പം തന്നെ നമ്മൾ നെക്സ്റ്റ് മാർച്ച് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അത് നിങ്ങളിതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അഡ്മിഷനും ക്ലാസ്സൊക്കെ ടീച്ചർ ചെയ്തു തരും. അപ്പോൾ അതുകൂടി ഞാൻ നിങ്ങളോട് പറയാണ്. അപ്പോൾ ഇതിൽ നമുക്കുള്ളത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജെൻഡർ ഈക്വാലിറ്റിയാണ്. ലിംഗവിവേചനം, ലിംഗസമത്വം. ഇതിലൊക്കെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനേ വരുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാതെ ക്വസ്റ്റ്യനേ വരുന്നുള്ളൂ. അപ്പോൾ എന്താണ് ജെൻഡർ ഈക്വാലിറ്റി അഥവാ ലിംഗസമത്വം എന്താണ്, അതുപോലെ തന്നെ ലിംഗവിവേചനം എന്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമുക്കതിൽ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ലിംഗപരമായ വിവേചനം കാണപ്പെടുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് വിവരിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷോർട്ടസ്റ്റ് ആണ് 5 മാർക്കിൻ്റെ കേട്ടോ. അപ്പോൾ നോക്കുക എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, കുടുംബം. കുടുംബത്തിൽ നിന്നാണ് ലിംഗപരമായ വിവേചനം ആരംഭിക്കുന്നത്. കുടുംബത്തിൽ പുരുഷന്മാർ ഗൃഹനാഥനും പ്രധാന വരുമാന സ്രോതസ്സുമാകുന്ന സ്ഥിതിയിൽ സ്ത്രീയെ 2ാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെടുന്നു. വീടുപണികളിൽ ബഹുഭൂരിപക്ഷ സ്ത്രീകളും ഒതുങ്ങിപ്പോകുന്നു. കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ജോലിഭാരം വഹിക്കുന്നത് സ്ത്രീകളാണ്. എന്നാൽ അവരുടെ സേവനം വേതനരഹിതമാണ്. ഇവരുടെ മേഖല കുടുംബത്തിനകത്ത് മാത്രമായി പലപ്പോഴും പരിമിതപ്പെടുന്നു. 30% സ്ത്രീകൾ മാത്രമാണ് പുരുഷനോടൊപ്പം സാമ്പത്തിക മേഖലയിൽ പങ്കാളിയാകുന്നത്. കുടുംബമാണ് വിവേചനത്തിൻ്റെ ആദ്യ ഉറവിടം. അതുപോലെ സമൂഹത്തിലേക്കും മതത്തിലേക്കും സാമൂഹ്യ ആചാരങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇനി മതം എങ്ങനെയാണ് ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത് എന്ന് നോക്കാം. മതങ്ങൾ ലിംഗപരമായ വിവേചനത്തിനുള്ള പ്രധാന ഉറവിടമാണ്. മതഗ്രന്ഥങ്ങളിൽ സ്ത്രീകൾ ആദരിക്കപ്പെടേണ്ടവളാണ് എന്ന് ഒരുപാട് തവണ ആവർത്തിച്ചു പറയുന്നു. എന്നാൽ ഇതേ ഗ്രന്ഥങ്ങളെ കൂട്ടുപിടിച്ചു കൊണ്ടുതന്നെ സ്ത്രീകൾക്കെതിരായ സാമൂഹിക അനാചാരവും നിലവിൽ വരുന്നു. ഇനി നമുക്ക് വിദ്യാഭ്യാസം എങ്ങനെ നോക്കാം. ദേശീയ വിദ്യാഭ്യാസ നയം എല്ലാ തരത്തിലുള്ള സ്ത്രീ വിവേചനം വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നും പുറന്തള്ളാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ പലപ്പോഴും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നെഗറ്റീവ് ഇമേജാണ് നൽകുന്നത്. ഇനി സാമ്പത്തികം എങ്ങനെ നോക്കുക. സാമ്പത്തിക സ്ഥാപനങ്ങൾ സ്ത്രീകൾ പൊതുവെ ഗാർഹിക ജോലികൾ മാത്രം വ്യാപൃതരാവുകയും അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ജോലി, പുരുഷന്മാരുടെ ജോലി എന്നിങ്ങനെയുള്ള തരംതിരിവ് സാമ്പത്തിക മൂല്യാധിഷ്ഠിത ചിന്താഗതികൾ ശക്തിപ്പെടുന്നു. പുരുഷൻ കുറെ കൂടി സംഘടിതവും സ്ത്രീകൾ അസംഘടിതരുമായി മാറുന്നു. സ്ത്രീകൾ ജോലികൾക്ക് പുറമെ മറ്റു ജോലികളും ചെയ്യേണ്ടി വരുന്നു. ഇനി പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ നോക്കുക. സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തിൽ സ്ത്രീകൾ വിവേചനം അനുഭവിക്കുന്നുണ്ട്. അധികാരം കൈകാര്യം ചെയ്യാനുള്ള പാഠവും സ്ത്രീകൾക്ക് കുറവാണ്. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 1/3 സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി സമന്വയം ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ മേഖലകളാണ് സ്ത്രീകൾ അഥവാ കുടുംബത്തിലെ വിദ്യാഭ്യാസപരമായിട്ട്, സാമ്പത്തികപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ടാണ്, മതപരമായിട്ടുമാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വിവേചനം നേരിടുന്നത്, ലിംഗപരമായ വിവേചനം നേരിടുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ ഫെമിനിസം. എന്താണ് സ്ത്രീപക്ഷാപാതം? അല്ലെങ്കിൽ നിങ്ങൾ ഫെമിനിസ്റ്റുകൾ എന്താണെന്നൊക്കെ പറയാൻ കേട്ടിട്ടില്ല. അപ്പോൾ എന്താണ് ഫെമിനിസം നോക്കാം. സ്ത്രീപക്ഷാപാത സ്ത്രീ ശാക്തീകരണ, സമഭാവന, ബോധവൽക്കരണ പ്രവർത്തനം എന്നിവ നടത്തുകയോ സ്ത്രീകൾ പൊതുവെ അടിച്ചമർത്തപ്പെടുകയാണെന്നും ചൂഷണം ചെയ്യപ്പെടുകയാണെന്നുമുള്ള ആ ബോധം സ്ത്രീകളിൽ വളർത്തുകയും അതോടൊപ്പം തന്നെ സാമൂഹിക മാറ്റത്തിന് വേണ്ടി സ്ത്രീകൾ തന്നെ മുൻകൈയെടുക്കണമെന്നും ആഹ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന പ്രത്യയശാസ്ത്ര വീക്ഷണത്തെയും പ്രവർത്തനത്തെയും മാണ് എന്ന് പറയുന്നത് ഫെമിനിസം അല്ലെങ്കിൽ സ്ത്രീപക്ഷാപാതം എന്ന് പറയുന്നത്. അഥവാ സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന ഒരു പ്രസ്ഥാനം. ഇത്തരം ഒരു പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയില്ല എന്ന സാമൂഹ്യ മനസ്സാക്ഷിയെ ഉണർത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സ്ത്രീപക്ഷാപാതം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് എ ജെൻഡർ ഈക്വാലിറ്റി. എന്താണ് ലിംഗസമത്വം? സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് നാം പ്രതീക്ഷിക്കുന്നത്. 2 വ്യക്തികൾ എന്ന നിലയിൽ അവരുടെ കഴിവുകളും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും വ്യത്യസ്തങ്ങളാണ്. സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് സമൂഹം അനുശാസിക്കുന്നു. ഈ സ്ത്രീ പുരുഷ ഭിന്ന
ചിന്താരീതിയാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? ലിംഗവിവേചനം അല്ലെങ്കിൽ ജെൻഡർ ഈക്വാലിറ്റി, ലിംഗസമത്വം അല്ലെങ്കിൽ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പം മക്കളെ നമ്മുടെ സോഷ്യോളജിയിൽ അപ്പം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ 4 ചാപ്റ്റർ എടുത്തിട്ടുണ്ട് എക്സാം ബേസ്ഡ് ആയിട്ട്. അതേപോലെ സെക്കൻഡ് മൊഡ്യൂൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ നമ്മൾ 4 ചാപ്റ്റർ കവർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മൊഡ്യൂൾ 3ൽ സോഷ്യൽ ചേഞ്ചസ്, സോഷ്യലൈസേഷൻ ആൻഡ് സോഷ്യൽ കൺട്രോളിൽ നമ്മൾ 4. അപ്പോൾ 4, 8, 12. പിന്നെ മൊഡ്യൂൾ 4ൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 6 ചാപ്റ്ററാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 18 ചാപ്റ്ററായി. പിന്നെ നമ്മൾ ഓപ്ഷണൽ മൊഡ്യൂൾ ഫസ്റ്റിൽ നമ്മൾ ഭാഗത്ത് നമ്മൾ 2 ചാപ്റ്റർ, അങ്ങനെ ടോട്ടൽ 20 ചാപ്റ്ററാണ് നമുക്ക് സോഷ്യോളജിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും ടീച്ചർ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട അഥവാ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോ ടീച്ചർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കൾ അതേപോലെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ട് നിങ്ങൾ ഇത് പരമാവധി ഉപയോഗിക്കുക, നല്ല റിസൾട്ട് വാങ്ങുക. ഓക്കെ, താങ്ക്സ്.